സ്വാഭാവികമായി UDF-ലെ എല്ലാ ഘടകകക്ഷികളും ആ പൊതുവികാരവുമായി യോജിച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രി ബഹുജനങ്ങളുടെ വികാരം ആവാഹിച്ചെടുത്ത ഒരാളാണ്. ജനവികാരത്തിനെതിരായി ഒരിക്കലും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാത്ത മുഖ്യമന്ത്രി, ആ വികാരം ആവാഹിച്ചെടുത്ത മുഖ്യമന്ത്രി അത് പ്രാവർത്തികമാക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഇന്ന് കോൺഗ്രസും മുസ്ലിം ലീഗും കേരള കോൺഗ്രസും സോഷ്യലിസ്റ്റ് ജനതയും അടക്കം UDF-ലെ എല്ലാവരും ഒറ്റക്കെട്ടായി ചിന്തിച്ചപ്പോൾ മുഖ്യമന്ത്രി അത് പ്രാവർത്തികമാക്കാൻ തീരുമാനിച്ചു. ഇതൊരു ദിവസം കൊണ്ട് ഉരുത്തിരിഞ്ഞു വന്നതല്ല, വളരെ കാലമായി ഉരുത്തിരിഞ്ഞു വന്നതാണ്. ഇത് മാത്രമല്ല, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ആവശ്യം തൊഴിലാളികളുടെ പുനരധിവാസമാണ്. അതിനും പാക്കേജ് ഉണ്ടാക്കി. മാത്രമല്ല, കള്ളു വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കാൻ തീരുമാനമെടുത്തു. ബീവറേജ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റ് 10% വെച്ച് ഓരോ വർഷവും കുറയ്ക്കാൻ തീരുമാനിച്ചു. ഇത്ര അന്തസ്സുറ്റൊരു തീരുമാനമെടുത്ത മുഖ്യമന്ത്രിയെ UDF-നെ അഭിനന്ദിക്കാനും കേരളത്തിലെ പൊതുജന വികാരത്തോടൊപ്പം അണിചേരാനും മാർക്സിസ്റ്റ് പാർട്ടി തയ്യാറായില്ലെങ്കിൽ നാളെ കേരളത്തിന്റെ പൊതുജന സമൂഹത്തിൽ അവർ ഒറ്റപ്പെടും. യാതൊരു തീർച്ചയായും അങ്ങനെ തന്നെ ആകട്ടെ. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, പക്ഷേ അങ്ങനെ അവർ അനുമോദിക്കുന്നു എന്നൊക്കെ തന്നെ കരുതുക. ഈ പറയുന്ന 900 കോടി രൂപയുണ്ടല്ലോ, അതിൽ നിന്ന് ലഭിക്കുന്ന 900 കോടി രൂപ, 900 ആണോ 9000 കോടി രൂപ, 9000 കോടി രൂപ ഏത് വിധത്തിൽ സമാഹരിച്ചെടുക്കാം എന്നാണ് കാണുന്നത്. ഈ മദ്യം എന്ന വലിയ തോതിൽ വിൽപ്പനയുള്ള ഈ വസ്തു വിറ്റഴിക്കുന്നതിലൂടെ ഇനി കിട്ടാൻ പോകുന്നില്ലാത്ത ആ പണം ഏത് വിധത്തിലാണ് സംസ്ഥാനം സർക്കാർ ശേഖരിക്കുക? അതെങ്ങനെയാണ് ഇത്രയും കാലം ഉപയോഗിച്ചിരുന്ന മേഖലകളിലേക്ക് ആ പണം എവിടെ നിന്നെടുത്ത് വിനിയോഗിക്കും? ശ്രീ ഉമ്മൻചാണ്ടിയെ പോലെ പരിണിത പ്രജ്ഞനായ ഒരു മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രി മാണിയെ പോലെ പരിചയസമ്പന്നനായ ഒരു ധനമന്ത്രിയും കേരളത്തിലുള്ളപ്പോൾ കോടാനുകോടി രൂപയുടെ നികുതി ഇപ്പം തന്നെ പിരിച്ചു കിട്ടാനുണ്ട്, കുടിശ്ശികയായിട്ടുണ്ട്. മാത്രമല്ല, അധിക വരുമാനം എങ്ങനെ ആർജിക്കാം എന്നുള്ളത് കൂട്ടായിട്ട് ആലോചിച്ച് തീരുമാനിക്കാം. ഈ പണം നിങ്ങൾ ഈ പറഞ്ഞ 9000 കോടി രൂപ അല്ലെങ്കിൽ അതിനപ്പുറത്താകട്ടെ, ആ പണം മറ്റു മേഖലകളിൽ നികുതി ചുമത്തി അധികമായിട്ടുണ്ടാക്കിയെടുക്കാൻ ഒരു ഗവൺമെന്റ് വിചാരിച്ചാൽ നടക്കും. അതിന് ഇച്ഛാശക്തിയാണ് വേണ്ടത്. മദ്യത്തിൽ നിന്നുള്ള വരുമാനം വേണ്ടെന്ന് മുഖ്യമന്ത്രി തീരുമാനിച്ചാൽ, ഗവൺമെന്റ് തീരുമാനിച്ചാൽ, സ്വാഭാവികമായി ഇപ്പം തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു, ഈ മദ്യത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ 4 ഇരട്ടി മദ്യവിപത്തിലൂടെ ഉണ്ടാകുന്ന ദുരന്തത്തിന് വേണ്ടി ചെലവാക്കാണ്. അപ്പൊ ആ പണം ഖജനാവിൽ വരുന്നു, ഖജനാവിൽ നിന്ന് പോണു, അവിടെ റിസർവ് ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല. അപ്പോ ഈ പണം വേണ്ടെന്ന് വെക്കുന്നതിൽ മറ്റു വഴികൾ ഇതിന്റെ പേരിൽ തേടിയാൽ ജനങ്ങൾ അതിനെ സ്വാഗതം ചെയ്യും. തീർച്ചയായും ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. അതിഥികൾ കൂടുതലുള്ളത് കൊണ്ടാണ്. ശ്രീ വി സുനിൽകുമാർ, ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ പ്രതിനിധി, അദ്ദേഹം തിരുവനന്തപുരത്തുണ്ട്. ശ്രീ സുനിൽകുമാർ, സംസ്ഥാന സർക്കാർ ആ പണം വേണ്ട എന്ന് വെച്ചിരിക്കുന്നു. ഇച്ഛാശക്തിയോടെ എടുത്ത തീരുമാനമാണ്. അതുകൊണ്ട് ഇനി മുതൽ താങ്കളുടെ സംഘടനയിൽപ്പെട്ട ആളുകൾക്ക് ആ മേഖലയിൽ നിന്ന് പണം ലഭിക്കുകയില്ല. ആ കട പൂട്ടി വീട്ടിലിരിക്കാനാണോ നീക്കം, അല്ലെങ്കിൽ എന്തു ചെയ്യും? ഈ പണം വേണ്ടെന്ന് ആരാ വെച്ചിരിക്കുന്നത്? ഗവൺമെൻറ്റാ? ഗവൺമെൻറ് പണം വേണ്ടെന്ന് വെച്ചിട്ടില്ല. ഇതൊരു തട്ടിപ്പല്ലേ. ഇതിൻ്റെ പിന്നിൽ വലിയ മദ്യ കമ്പനികളും അതുപോലെ തന്നെ ചില മത അധ്യക്ഷന്മാരെയും പ്രീണിപ്പിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന പ്രവൃത്തിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിന് ഞാൻ ഉദാഹരണ സഹിതം പറയാം. 418 ബാറുകൾ പൂട്ടുന്ന അവസരത്തിൽ ഏപ്രിൽ മാസത്തിൽ മദ്യ വിൽപ്പനയിൽ 3% കുറവ് വന്നിട്ടുണ്ട്. മെയ് മാസത്തിലും 4% കുറവ് വന്നു. ജൂൺ മാസം മഴക്കാലത്ത് 18% ബിയറിൻ്റെ കച്ചവടത്തിൽ കുറവ് വന്നിട്ടുണ്ട്. 418 ബാറുകൾ കേരളത്തിൽ അടഞ്ഞപ്പോഴുള്ള അവസ്ഥയാണ്. ഈ കുറവ് വന്നു എന്ന് പറയുന്നത് ഏപ്രിൽ മാസത്തിൽ 5 ദിവസത്തോളം ഇലക്ഷനും 3-ാം തീയതിയാണ് ബാറുകൾ തുറന്നത്. 5 ദിവസത്തോളം ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഡ്രൈ ഡേ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏപ്രിൽ മാസത്തിൽ വിലവർധന ഉണ്ടാകുമെന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ മാർച്ച് മാസത്തിൽ സാധാരണയേക്കാൾ ഉപരിയായി കൂടുതൽ പർച്ചേസ് നടന്ന മാസമാണ്. അതുകൊണ്ട് തന്നെ ആ കുറവാണ് ഏപ്രിൽ മെയ് മാസത്തിൽ വന്നിരിക്കുന്നത്. ജൂൺ മാസത്തിൽ ഈ കച്ചവടം അതുപോലെ നിൽക്കുകയും ചെയ്തു. ഇതിൻ്റെ അർത്ഥം ഗവൺമെൻറ് 418 ബാറുകൾ പൂട്ടിയതിൻ്റെ പേരിൽ ഒരിടത്തും 1% പോലും കച്ചവടം കുറഞ്ഞില്ല എന്നാണ്. ഇനി ഈ 300 ചില്ലുവാനും ബാറും കൂടെ പൂട്ടിയാൽ എന്താണ് അവസ്ഥ വരാൻ പോകുന്നത്? ഈ കച്ചവടം കൂടെ ഗവൺമെൻറ്റിൻ്റെ ഔട്ട്ലെറ്റുകളിൽ കൂടും. അപ്പോൾ എവിടെയാണ് ഉപഭോഗം കുറയുന്നത്? ഉപഭോഗത്തിൽ ഒരു വ്യത്യാസവും വരാൻ പോകുന്നില്ല. ഗവൺമെന്റിന്റെ വർധനവില് ഇന്ന് കിട്ടുന്ന വരുമാനത്തിൽ ഒരു കുറവും വരാൻ പോകുന്നില്ല. എങ്ങനെയാണ് ശ്രീ സുനിൽകുമാർ, അത് ബിവറേജസ് ഔട്ട്ലെറ്റുകൾ 10% വെച്ച് ഓരോ കൊല്ലവും അങ്ങ് പൂട്ടുക, അവസാനം മദ്യശാലകളെ ഇല്ലാത്തൊരു കേരളമായിരിക്കും ഉണ്ടാവുക. സംസ്ഥാന സർക്കാരിന് ബിവറേജസ് ഔട്ട്ലെറ്റുകൾ തന്നെ പൂർണ്ണമായി പൂട്ടുക എന്ന പദ്ധതി കൂടെ ഉണ്ട്. അതുകൊണ്ട്
ഇവിടെ പോകുന്ന ലാഭം അവിടെ അതുവഴി പിടിക്കും എന്നത് തോന്നൽ മാത്രമല്ലേ? ഇവിടെ നിന്നൊന്നും പോയില്ലല്ലോ. ഇവിടുന്ന് പോകുന്ന കച്ചവടം ബിവറേജ് കോർപ്പറേഷനിൽ കിട്ടും. ഇന്ന് ഒരാൾ 2 പെഗ് കഴിച്ചുകൊണ്ടിരുന്ന ആൾ നാളെ മുതൽ പൈൻറ്റ് വാങ്ങിച്ചുകൊണ്ട് പോകും. അപ്പോൾ കച്ചവടം കൂടുകയല്ലാതെ ഇവിടെ അല്ല, ആ ബിവറേജസ് ഔട്ട്ലെറ്റുകൾ പൂട്ടുമെന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട് ശ്രീ സുനിൽകുമാർ. ആ ബിവറേജസ് ഔട്ട്ലെറ്റുകൾ പൂട്ടും, ബിവറേജസ് ഔട്ട്ലെറ്റുകളും ഉണ്ടാകില്ല എന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട് സർക്കാർ. അങ്ങനെ പൂട്ടണമെന്നൊരു ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ സമ്പൂർണ്ണ മദ്യനിരോധനം ഇപ്പൊ നടപ്പിലാക്കാമായിരുന്നു. അല്ലെങ്കിൽ 20% 30% ഇന്ന് ഇപ്പൊ ഇത് തീരുമാനമെടുത്ത കൂട്ടത്തിൽ അത് നടപ്പിലാക്കാമായിരുന്നല്ലോ. ഇതുകൊണ്ടൊന്നും മദ്യത്തിന്റെ ലഭ്യത കുറയുന്നില്ല, ഉപഭോഗം കുറയുന്നില്ല. തീർച്ചയായും തുറന്നിരിക്കുന്ന മദ്യഷാപ്പുകളിൽ ഇന്നുള്ളതുപോലെ തന്നെ നാളെ കച്ചവടം നടക്കും, ഇതിനേക്കാൾ കൂടുതൽ നടക്കും. ഇത് ജനങ്ങളെ പറ്റിക്കാനും അതല്ലെങ്കിൽ ഏതെങ്കിലും മദ്യ കമ്പനികൾ മൊത്തമായി ഇതിലുള്ള പലരെയും വിലയ്ക്ക് വാങ്ങി എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, അതീവ സമർത്ഥനായ ഒരു രാഷ്ട്രീയ നേതാവാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്ന് വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുന്നു എന്നല്ലാതെ മറ്റൊന്നുമില്ല ഇന്നത്തെ വാർത്തകളിൽ എന്ന് ഇതിനകം നിരീക്ഷിച്ചിരിക്കുന്ന ചില ആളുകളുണ്ട്. 418 അടച്ചിട്ടിരിക്കുന്ന ബാറുകൾ തുറക്കാൻ പാടില്ല എന്ന പേരിൽ വലിയ ഇമേജ് ഉണ്ടാക്കുകയായിരുന്നു VM സുധീരൻ ചെയ്തതെങ്കിൽ, എന്നാൽ പിന്നെ ബാക്കിയുള്ളതെല്ലാം പൂട്ടി സംസ്ഥാനത്ത് മദ്യമേ ഉണ്ടാകാത്ത അവസ്ഥ ഞാൻ ഉണ്ടാക്കിത്തരാം എന്നത് പ്രഖ്യാപിച്ച് അതിനുമേൽ കയ്യടി വാങ്ങിയിരിക്കുകയാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്നതല്ലാതെ ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറയുന്ന ആളുകൾക്ക് അതിൻ്റെ രാഷ്ട്രീയം ഏത് വിധത്തിലാണ് UDF-നകത്ത് നടന്നത് എന്ന് കേൾക്കാനാണ് എനിക്ക് താല്പര്യം താങ്കളിൽ നിന്ന്. സമ്പൂർണ്ണ മദ്യനിരോധനമാണെങ്കിൽ താങ്കളോടല്ല ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ഞാൻ താങ്കളോടാണ് ചോദിച്ചത്. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, താങ്കളോടായിരുന്നു എൻ്റെ ചോദ്യം. സനീഷ് ആദ്യം ഗോവിന്ദൻ മാഷോട് ചോദിച്ചു ഇക്കാര്യത്തിൽ ഉമ്മൻചാണ്ടിയെ അഭിനന്ദിക്കുന്നുള്ളത്. അപ്പോൾ ഉമ്മൻചാണ്ടി അഭിനന്ദിക്കാൻ ഗോവിന്ദൻ മാഷ് തയ്യാറല്ല. പക്ഷെ ഞാൻ അഭിനന്ദിക്കുക ഉമ്മൻചാണ്ടിയെ മാത്രമല്ല സുധീരനെ. അനിതര സാധാരണമായ രാഷ്ട്രീയ അഭ്യാസ പ്രകടനങ്ങളുടെ പേരിൽ ഈ 2 നേതാക്കളെയും അനുമോദിക്കുന്നതിന് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത് എനിക്ക് യാതൊരു മടിയില്ല. ഞാൻ ഒരു കാര്യം പറയാം. പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, എലിയെ തോൽപ്പിച്ച് ഇല്ലം ചുട്ടുന്നുള്ളത്. എനിക്ക് തോന്നുന്നു ആ പഴഞ്ചൊല്ലുണ്ടാക്കിയ ആൾ അല്ലെങ്കിൽ ആദ്യമായിട്ട് പറഞ്ഞ ആൾ 2014 കേരളത്തിൽ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ ഈ ഒരു തീരുമാനം എടുക്കും എന്ന് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടായിരിക്കണം എലിയെ തോൽപ്പിച്ച് ഇല്ലം ചുടുക എന്നൊരു പ്രയോഗം കൊണ്ടുവന്നതെന്ന് ഞാൻ കരുതുക. ഇവിടെ എന്താ സംഭവിച്ചത്? ഉമ്മൻചാണ്ടിയെ 418 ബാർ എന്ന് പറയുന്ന ഒരു മുള്ളുകൊണ്ട് നോവിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം ബാക്കി 312 കൂടെ എടുത്തു കളഞ്ഞുകൊണ്ട് ഒരു വലിയ മുള്ളുകൊണ്ട്, ഒരു ചെറിയ മുള്ളിനെ ഒരു വലിയ മുള്ളുകൊണ്ട് എടുത്ത് മാറ്റിയ ഒരു രാഷ്ട്രീയം മാത്രമാണ് ഞാൻ കണ്ടത്. ഇന്ന് ഈ പത്രസമ്മേളനം സനീഷ നമ്മളൊക്കെ ശ്രദ്ധിച്ചല്ലോ. അവിടെ ഇരുന്നവരുടെ ശരീരഭാഷ കണ്ടാൽ തോന്നുക കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ 418 ബാറാണെന്നുള്ളതാണ്. ഇവിടെ റോഡുകളില്ല, റോഡുകൾ കുളമായി കിടക്കുകയാണ്. ഓണച്ചന്തയിൽ സാധനങ്ങളില്ല, വില കയറുകയാണ്. ആശുപത്രികളിൽ മരുന്നില്ല, രോഗികൾ വലിയുകയാണ്. ഇതുപോലെ നിരവധി സാമൂഹ്യ ജനകീയ പ്രശ്നങ്ങളുള്ളപ്പോൾ ഇന്ന് UDF ചർച്ച ചെയ്ത 418 ബാർ അവസാനം 418-നോടൊപ്പം 312 കൂടെ പൂട്ടാൻ തീരുമാനിച്ചു. സനീഷ, സംഭവിക്കാൻ പോകുന്നത് ഇവിടെ വ്യാജ മദ്യം ഒഴുകും, യാതൊരു സംശയവും വേണ്ട. ഇവിടെ സുനിൽ പറഞ്ഞ ഇവിടെ കച്ചവടത്തിൽ ഇന്ന് മദ്യപിച്ചുകൊണ്ടിരുന്ന ഒരാൾ പോലും നാളെ ഈ 312 ബാർ കൂടെ പൂട്ടുന്നത് കൊണ്ട് മദ്യപിക്കാതിരിക്കാൻ പോകുന്നില്ല. ഇവിടുത്തെ ഹോട്ടൽ വ്യവസായം തകരാൻ പോകുന്നു. ഇവിടുത്തെ ടൂറിസം വ്യവസായത്തിന് വലിയ തിരിച്ചടി ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതാണ് വാസ്തവത്തിൽ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ ഈ 312 ബാറുകളുടെ കാര്യത്തിൽ ഞങ്ങൾ നിയമോപദേശം തേടുന്നത്. നിയമോപദേശം തേടേണ്ട യാതൊരു കാര്യവുമില്ല. കഴിഞ്ഞ മാർച്ചിൽ ഇവർക്ക് അനുമതി നൽകിക്കൊണ്ട് കൊടുത്ത ഉത്തരവിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത് താൽക്കാലികമായ ഒരു നിയമനമാണ്, താൽക്കാലികമായ അനുമതിയാണ്. രാമചന്ദ്രൻ കമ്മീഷന്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നയപരമായ ഒരു തീരുമാനം എടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ലൈസൻസ് എത്ര കാലം തുടരണമെന്ന് തീരുമാനിക്കുക. അതുപോലെ വളരെ പ്രധാനമായിട്ടുള്ളത് കാലാവധി തീരുന്നതിന് മുമ്പ് ഇതിൻ്റെ ലൈസൻസ് റദ്ദാക്കുകയാണെങ്കിൽ യാതൊരു സംശയം വേണ്ട, അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള പണം തിരികെ നൽകാൻ, തിരികെ വാങ്ങാൻ ബാർ ഉടമകൾക്ക് അവകാശം ഉണ്ടായിരിക്കുമെന്നും പറയുന്നു. അപ്പോൾ യാതൊരു നിയമ ഉപദേശവും പോകേണ്ട. ഇന്ന് തീരുമാനിക്കുകയാണെങ്കിൽ നാളെ 312 ബാറുകളും തുറക്കാവുന്നേ. ഇപ്പോൾ ഇവിടെ എന്താക്കോ എല്ലാ പാർട്ടിക്കാരും ഇതിൻ്റെ നേട്ടത്തിൻ്റെ പേരില്ല. കേരള കോൺഗ്രസിനെയാണ് എനിക്ക് ഇച്ചിരി വരുന്നത്, ലീഗിൻ്റെ സന്തോഷ പ്രകടനം, കോൺഗ്രസിൻ്റെ സന്തോഷ പ്രകടനം. ഇവിടെ വാസ്തവത്തിൽ സംഭവിച്ചത് ഇത് ഈ ഗവൺമെൻറ് എടുത്ത ഏറ്റവും ഫൂളിഷായിട്ടുള്ള ഒരു തീരുമാനം. പിന്നെ ഒറ്റ കാര്യം കൂടി ഞാൻ പറയട്ടെ സനീഷേ, ഇവിടെ ഇപ്പോൾ മദ്യരഹിത കേരളം എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് ഒരടി പോലും ഈ തീരുമാനത്തിലൂടെ മുന്നോട്ട് പോകുന്നില്ല. 312 ബാറുകൾ പൂട്ടുന്നത് മാത്രമേ ഉള്ളൂ. അതായത് ലഭ്യത കുറയുന്നില്ല, സാധാരണ മദ്യപന്മാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സൗകര്യങ്ങൾ കുറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് ഈ തീരുമാനമായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഉണ്ണിത്താൻ പറഞ്ഞ പോലെ CPM ഒറ്റപ്പെടാൻ പോവുകയല്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ
മദ്യനയത്തിൽ കാലോചിതമായ പരിഷ്കാരം വരുത്തുമെന്ന് ഒരൊറ്റ വാചകം പ്രകടന പത്രികയിൽ എഴുതി ചേർക്കുകയാണെങ്കിൽ അടുത്ത നിയമസഭയിൽ ഇന്ന് കോൺഗ്രസിന് ലോകസഭയിലുള്ള അംഗസംഖ്യ ഇവിടെ UDF ഉണ്ടായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏറ്റവും ഫൂളിഷായിട്ടുള്ളൊരു തീരുമാനമാണ് ഇത് എന്ന കാര്യത്തിൽ ഇത് എടുത്തവർക്കും അറിയാം, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കും അറിയാം. ഇതിൻ്റെ പിന്നിൽ വെറും യുഗോയും രാഷ്ട്രീയവും മാത്രം ആണ് പ്രവർത്തിച്ചത്. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ വളരെ വൻതോതിൽ ആഘാതം ഉണ്ടാക്കുന്ന ഒരു തീരുമാനമായിരിക്കും എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിനും അല്ലെ UDFനും രാഷ്ട്രീയമായിട്ടും ഛേദം ഉണ്ടാക്കുന്ന ഒരു തീരുമാനമായിരിക്കും എന്ന കാര്യത്തിൽ എനിക്ക് ആരും സംശയമില്ല. തിരിച്ചു വരാം. ശ്രീ KN ഖാദർ, UDF വിരുദ്ധനായ ഒരു മാധ്യമപ്രവർത്തകനാണ് ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം എന്ന അഭിപ്രായം താങ്കൾക്കും ഉണ്ടാവുകയില്ല, താങ്കൾക്ക് അറിയാവുന്നതാണ് നേരിട്ട്. അനിതര സാധാരണമായ രാഷ്ട്രീയ അഭ്യാസ പ്രകടനത്തിന് അഭിനന്ദനം അർഹിക്കുന്നുണ്ട് ഉമ്മൻചാണ്ടിയും VM സുധീരനും എന്ന് അദ്ദേഹം പറയുന്നു. ഇത് മുസ്ലിം ലീഗ് അക്ഷരത്തെട്ടോടെയാണെങ്കിലും വലിയ മുഖപ്രസംഗമൊക്കെ എഴുതി അവരുടേതായ രാഷ്ട്രീയ കളി കളിച്ചു. മാണി കോൺഗ്രസ് അവരുടെ രാഷ്ട്രീയ കളി കളിച്ചു. സുധീരൻ എല്ലാത്തിനും മേൽ കളിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവസാനം കേരളത്തിലെ ഏറ്റവും ഗംഭീരനായ രാഷ്ട്രീയക്കാരൻ ഞാനാണ് എന്ന് തെളിയിച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അക്കാര്യം നാട്ടുകാർക്ക് വ്യക്തമാക്കി കൊടുത്തു എന്നതല്ലാതെ മദ്യത്തിൻ്റെ ഒഴുക്ക് നിലയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നാളെ മുതൽ ഉണ്ടാകാൻ പോകുന്നില്ല എന്നതാണ് പൊതു വിമർശം, വിലയിരുത്തൽ. എങ്ങനെ കാണും താങ്കൾ? അല്ല, അത് ഏത് സംഗതിയെയും ഇതേ മാതിരി കാണുന്ന പലരുമുണ്ട്. ഇപ്പോൾ ഈ 418 ബാറുകൾ അടച്ചിട്ടപ്പോൾ അത് തുറക്കണം എന്ന് ആവശ്യപ്പെട്ടവരുണ്ടായിരുന്നു, അത് ഇനി തുറക്കരുത് എന്ന് ആവശ്യപ്പെട്ടവരുണ്ടായിരുന്നു. പക്ഷേ ആ 418 ബാറുകളുടെ കാര്യം അതിനി തുറക്കണ്ടെന്ന് തീരുമാനിക്കുകയും നിലവിലുള്ള 312 ബാറുകൾ കൂടി അടച്ചുപൂട്ടണമെന്ന് തീരുമാനിക്കുകയും 3 സ്റ്റാർ 4 സ്റ്റാർ ഹോട്ടലുകൾക്ക് ലൈസൻസ് കൊടുക്കണ്ട, 5 സ്റ്റാറിന് മാത്രം കൊടുത്താൽ മതി എന്ന് തീരുമാനിക്കുകയും ഇപ്പോൾ നിങ്ങൾ നേരത്തെ ഇവിടെ വിശദമാക്കിയതുപോലെ മദ്യമുക്ത അല്ലെങ്കിൽ മദ്യരഹിത കേരളം ഉണ്ടാക്കുന്നതിനേക്ക് വേണ്ടി ഘട്ടം ഘട്ടമായി 10 വർഷം കൊണ്ട് വിവിധ നടപടികൾ സ്വീകരിക്കണമെന്ന് തീരുമാനിക്കുകയും അതുപോലെ ഇതിൽ നിന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കാൻ ഇടയുള്ള തൊഴിലാളികൾക്ക് പുനരധിവാസ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നല്ല തീരുമാനം കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണി എടുത്തു. ആ തീരുമാനം, ഇതുപോലുള്ളൊരു തീരുമാനം അടുത്ത കാലത്തൊന്നും ഒരു ഗവൺമെൻറ്റും സ്വീകരിച്ചിട്ടില്ല. മദ്യത്തിൻ്റെ വിഷയത്തിൽ ഒരു പക്ഷേ എത്രയോ വർഷങ്ങൾക്ക് ശേഷം ജനഹിതം മാനിച്ചുകൊണ്ട് ഒരു മദ്യരഹിത കേരളം അല്ലെങ്കിൽ മദ്യമുക്ത കേരളം ഉണ്ടാക്കുന്നതിന് വേണ്ടി നടത്തിയ ആദ്യത്തെ ഏറ്റവും നല്ല പരിശ്രമമാണ് ഇത് എന്ന് പറയാനാണ് എനിക്ക് ആഗ്രഹം. തീർച്ചയായും ശ്രീ KN ഖാദർ, ഞാനൊന്ന് ഇടപെട്ടുകൊണ്ട് ചോദിച്ചു കൊള്ളട്ടെ. താങ്കൾ ഒരു അഭിഭാഷകൻ കൂടെ ആയതുകൊണ്ട് ഇതിപ്പോൾ ഇങ്ങനെയൊരു സംശയം കൂടെ നിലനിൽക്കുന്നുണ്ട്. 5 സ്റ്റാർ ബാറുകൾക്ക് പ്രവർത്തനാനുമതിയുണ്ട്. അങ്ങനെ പൂർണ്ണമായ മദ്യനിരോധമല്ലല്ലോ ഉള്ളത്. അവർക്ക് മാത്രം എങ്ങനെയാണ് മദ്യശാലകൾ പ്രവർത്തിക്കാൻ അനുമതി കൊടുക്കുക? ഞങ്ങൾക്ക് കൂടെ വേണം എന്നൊക്കെ പറഞ്ഞ് 2 തരം വിവേചനമാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നതൊക്കെ ലീഗൽ പോയിന്റ്സായി ചൂണ്ടിക്കാണിച്ച് കോടതിയെ സമീപിച്ചാൽ ഇതിനെ പൊളിക്കാൻ സാധിക്കുകയില്ലേ? ഈ പറയുന്ന ഏപ്രിൽ വരെയുള്ള മാസങ്ങൾക്കകത്ത് എന്തും നടക്കാം. അതുകൊണ്ട് ഈ മദ്യനിരോധം എന്ന് നടപ്പാകാൻ പോകുന്നില്ല. ഇത് ഈ താൽക്കാലികമായ രാഷ്ട്രീയ സാഹചര്യത്തെ ഞങ്ങളാണ് കൂടുതൽ സമർത്ഥർ എന്ന് തെളിയിക്കാൻ വേണ്ടി ചിലർ നടത്തിയ നാടകമെന്നല്ലാതെ അതിനെ എളുപ്പത്തിൽ നിയമപരമായി മറികടന്നു പോകാവുന്നൊരു സംഭവമാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ എങ്ങനെയാണ് അതിനെ തള്ളിക്കളയുക? അത് അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. ഏത് സംഗതി വരുമ്പോഴും ഇതുപോലെ ദോഷൈക ദൃക്കുകൾ ഉണ്ടാവും. അതിൻ്റെ ഒന്നും ഒരു നന്മ കണ്ടെത്താൻ സാധിക്കാത്ത ആളുകളുണ്ടാവും. എല്ലാത്തിനും ഒരു പോസിറ്റീവ് സൈഡുണ്ട്, നെഗറ്റീവ് സൈഡുണ്ട്. എന്നാൽ എങ്ങനെ ചെയ്യേണ്ടിയിരുന്നു എന്ന് ഇവരാരും പറയുന്നില്ലല്ലോ. ഇപ്പോൾ സണ്ണിക്കുട്ടി അബ്രഹാമോ അതുപോലെ ഇതിനെ എതിർക്കുന്ന